നാഷി പയർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവൻ ഒറിജിനലി കൊറിയക്കാരനാണ്, പക്ഷേ ഇവൻ എല്ലാ രാജ്യങ്ങളിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുവാണ്. ഓസ്ട്രേലിയയിലും ഇവൻ വന്നെത്തിയിട്ടുണ്ട്. വൻതോതിൽ ഓസ്ട്രേലിയയിലും ഇതിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. ആപ്പിളും പെയറും ചേർന്നാലുള്ള ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല വെള്ളമൊക്കെയുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ സാധാരണ ഈ പയർ കഴിക്കുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കഴിക്കാറ്. ഈ പയറിൻ്റെ തറവാട് കൊറിയയാണ്. അതുകൊണ്ട് ഞാൻ കൊറിയക്കാരോട് തന്നെ ചോദിച്ചു ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഈ പയർ നല്ല ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയാസിനെ വളർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതിന് വേറൊരു ഗുണമുണ്ട്. ഇത് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുമെന്നാണ് അവർ പറയണത്. അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. കാരണം ഇതിന് നേരിയ മധുരം ഉള്ളൂ, വെള്ളമാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ റെഗുലേറ്റ് ചെയ്യാനായിട്ടും കൊറിയക്കാർ ഇത് ഉപയോഗിക്കും. അതുകൊണ്ട് നമുക്ക് ഹെൽത്തി ചോയ്സ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. കണ്ട, ഇത് മുറിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല വെയിലുള്ള സമയത്ത് ദാഹം മാറ്റാനൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ്. നമ്മുടെ തണ്ണിമത്തങ്ങയുടെ ഒക്കെ പോലെ നല്ലതായിട്ട് വെള്ളമാണ് ഇതിനകത്ത്. വെള്ളവും ഫൈബറും വൈറ്റമിൻ സിയും അതുപോലെ തന്നെ പൊട്ടാസ്യമാണ് ഇതിനകത്തുള്ളത് മൊത്തം. അതുകൊണ്ട് നല്ല ഹെൽത്തി ഫ്രൂട്ടാണ്. കാണുന്നവരൊക്കെ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. നാട്ടിലും ചിലപ്പോൾ വരുന്നുണ്ടാവും.